ദിവസമാണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം അല്ലേ. അപ്പൊ നമ്മുടെ ലാസ്റ്റത്തെ ഒരു പാഠം ഉണ്ടായിരുന്നല്ലോ, വളരെ സിമ്പിൾ ആണ് സാധനം, പക്ഷെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പാഠം. എന്തായിരുന്നു അത്? ഗുട്ട്ലി തോ പരായി ഹേ എന്ന് പറയുന്ന പാഠം അല്ലേ. ഓക്കെ, നമ്മുടെ സമൂഹത്തിൽ ഉള്ള ഇനീക്വാലിറ്റിനെ കുറിച്ച് പറയുന്ന ഏത് ഇനീക്വാലിറ്റി? സ്ത്രീകൾക്ക് കുറച്ച് നിയമങ്ങൾ, ആൺകുട്ടികൾക്ക് വേറെ നിയമങ്ങൾ, അങ്ങനത്തെ നിയമങ്ങളൊക്കെ വരുന്ന സൊസൈറ്റിയെ കുറിച്ച് പറയുന്ന ഒരു കഥയായിരുന്നു എന്ന് പറയുന്നത് ഗുട്ട്ലി തോ പരായി ഹേ എന്ന് പറയുന്നത് അല്ലേ. ഈ ഒരു ഇനിക്വാലിറ്റിക്കെതിരെ, ഈ ഒരു അസമത്വത്തിനെതിരെ ഒരു കുഞ്ഞു മോള് ശബ്ദിച്ചാൽ എങ്ങനെ ഇരിക്കും? അതാണ് നമ്മുടെ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരുപാട് നിയമങ്ങൾ, ആൺകുട്ടികൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാം, പക്ഷെ പെൺകുട്ടികൾക്ക് ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വളർത്തി കൊണ്ടുവന്ന ഒരു കുട്ടി ലാസ്റ്റിലേക്ക് എന്ത് ചെയ്യാണ്? ഈ നമ്മുടെ കുടുംബക്കാരെയും എല്ലാവരും, അച്ഛനെയും അമ്മേനെയും ഒക്കെ എന്താണ് എതിർത്തിട്ട് എന്ത് ചെയ്യാണ്? അവളുടെ പാടും നോക്കി പോകുന്ന ഒരു അടിപൊളി കഥ അല്ലേ. അതായിരുന്നു അവിടെ എന്ത് പറയുന്നത്, ഗുട്ട്ലി തോ പരായി ഹേ എന്ന് പറയുന്നത്. കനക് ശശിയാണ് ഇത് എഴുതിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പൊ ഗുട്ടലിയെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് ഈ കഥയുടെ ഒരു പ്ലോട്ട് അങ്ങ് പറയാം. നോക്കിക്കേ, എന്താണ് നമ്മുടെ ഗുട്ടലിയെ, എന്താണ് അവിടുത്തെ അമ്മായിമാരല്ലേ, ഒരു അമ്മായി ഉണ്ടല്ലേ, അവർക്ക് ബൂവ ഉണ്ടല്ലേ. ആ ബൂവ വളരെയധികം ശല്യപ്പെടുത്തുമായിരുന്നു അല്ലേ. എന്തൊക്കെ പറഞ്ഞിട്ടായിരുന്നു നോക്കിക്കേ, എന്താണ് പട്ട് 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 പോലോ ഇങ്ങനെ ബ്ലാ ബ്ലാ സംസാരിച്ച് നടക്കല്ലേ പെണ്ണെ, എന്ത് ചെയ്യണം? മിണ്ടാതെ നടക്കണം, പെൺകുട്ടിയാണ്, ഇങ്ങനെയൊന്നും മിണ്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കലുണ്ട് അല്ലേ. പിന്നെന്താണ് ഇങ്ങനെ ചാടിത്തുള്ളി, എന്താണ് ദം ദം മച്ചലോ എന്ന് പറയുന്നുണ്ടല്ലേ, ചാടിത്തുള്ളി നടക്കരുത് മോളെ, എന്താണ് അടക്കവും ഒതുക്കവും മസ്റ്റാണ് പെൺകുട്ടികൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു അമ്മായി അല്ലേ, ഒരു ബുവ അല്ലേ. അപ്പൊ ഈ ബുവയുടെ ഒക്കെ എന്താണ് നസീഹത്തെ, ഉപദേശം സഹിക്കാൻ വയ്യാണ്ട് വളർന്നിട്ടുള്ള ഒരു മോളാണ് അവളല്ലേ. പിന്നെ എന്തുണ്ടായിരുന്നു, ഒരു ചേച്ചിയുടെ കല്യാണത്തിന്റെ സമയത്ത് കാർഡിൽ പോലും എന്താണ് അവളുടെ പേരടച്ചില്ല. കാരണം എന്താണ്, അവള് പെൺകുട്ടിയാണ്. പക്ഷെ ചേട്ടന്റെ ആ വർത്താനം പോലും പറയാൻ പറ്റാത്ത കുഞ്ഞുമോന്റെ ആ പേര് വരെ എന്തിലുണ്ടായിരുന്നു? കാർഡിലുണ്ടായിരുന്നു. കാരണം എന്താണ്, അവൻ ആൺകുട്ടിയാണ്. അപ്പൊ പെൺകുട്ടി എന്നുള്ള ആ കാരണം കൊണ്ട് മാത്രം എന്താണ് ഒരുപാട് ഇനിക്വാലിറ്റികൾ സഹിച്ചിട്ടുള്ള ഒരു കുഞ്ഞുമോള്. അവസാനത്തെ ആ ഒരു ഭാഗത്ത് എന്തായിരുന്നു, അവൾ കുറേ പെൺകുട്ടിയായതുകൊണ്ട് കുറേ പണികളും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് അല്ലേ. അപ്പൊ അവൾ എന്ത് പറഞ്ഞു, ഞാൻ ഏതോ വീട്ടിലേക്ക് പോകേണ്ടതാണ്, ഞാൻ വേറെ അന്യന്റെ മുതലാണ്. നമ്മുടെ പാഠം തന്നെ അതാ അല്ലെ, ഗുട്ടലി തൂ പരായി അല്ലേ, ഗുട്ടലി അന്യയാണ് എന്ന് പറയുന്നതാണ് നമ്മുടെ കഥയുടെ പേര് തന്നെ അല്ലേ. അപ്പൊ അവള് പറയാണ്, ഞാൻ അന്യനാണ്, ഞാൻ വേറെ ഏതോ ഒരുത്തന്റെ സ്വത്താന്നൊക്കെയല്ലേ നിങ്ങൾ പറയുന്നത്, അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലത്തെ ജോലി ഒന്നും ചെയ്യൂല പറഞ്ഞിട്ട് അവൾ ചാച്ചാ ബൈ ബൈ പറഞ്ഞ് നമ്മുടെ സ്കൂളിലേക്ക് പോകുന്ന കഥയായിരുന്നു നമ്മുടെ കഥ അല്ലേ. അപ്പൊ ഇതില് ഗുട്ടലി എന്ന് പറയുന്നത് ഒരു പവർഫുൾ ക്യാരക്ടറാണ്. അവളുടെ ക്യാരക്ടർ സ്കെച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് അതാണ് ഇന്ന് നമ്മൾ സൂപ്പർ ഡൂപ്പർ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. നന്നാക്കി സെറ്റാക്കി തരാം. ഓരോ പോയിന്റ് ആയിട്ട് മാത്രം മക്കൾ പഠിച്ചാൽ മതി. ഏതാണ്, ആരെ കുറിച്ചിട്ടാണ്? ഗുട്ടലിയെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഗുട്ട്ലി എന്ന് പറയുന്ന ക്യാരക്ടർ നമുക്ക് ഈ ചരിത്രഗത വിശേഷത എന്നുള്ള പേരിൽ മക്കൾക്ക് ചോദിക്കും. ചരിത്ര പർ ടിപ്പണി എന്ന് പേരിൽ ചോദിക്കും. ചിലപ്പോൾ വിശേഷത എന്താണ് ലിഖിയെ എന്ന് മാത്രം പറഞ്ഞിട്ടും ചോദിക്കാം. എങ്ങനെ ചോദിച്ചാലും എന്താണ്, ഗുട്ട്ലിയുടെ ക്യാരക്ടർ സ്കെച്ചാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, മിസ് ഇവിടെ പോയിന്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പം എന്താണ്, പോയിന്റ് ആക്കി പഠിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ഇത് ഒരു ടിപ്പണി പോലെ, ഒരു കുറിപ്പ് പോലെ എഴുതണം. പോയിന്റ് ആക്കി പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒന്നുമില്ല, പരിപാടി ഇത്രയേ ഉള്ളൂ. പോയിന്റ് അതേപോലെ തന്നെ ഒരു കുറിപ്പാക്കി അങ്ങോട്ട് എഴുതുന്ന പരിപാടി. അത് നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലേ. നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന പരിപാടിയാണ് അത്. പോയിന്റ് ആക്കി പഠിച്ചിട്ട് ഇങ്ങനെ കുറിപ്പാക്കി എഴുതുന്ന പരിപാടി, ആശയത്തിലൊക്കെ ചെയ്യുന്ന പരിപാടി അത് തന്നെ കേട്ടോ. അപ്പൊ നോക്കി എന്താണ് ഈ പോയിന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ആദ്യം ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, അവർ ആരാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കല അല്ലേ. അതിന് മാത്രം എത്ര മാർക്ക് നമുക്ക് കിട്ടും മക്കളെ? 1/2 മാർക്കോളം കിട്ടും. ആരാണ്, എന്താണ്, എവിടുത്തെ ആളാണ്, ആരെഴുതിയതാണ് എന്ന് എഴുതുമ്പോൾ തന്നെ ഒരു 1/2 മാർക്ക് കിട്ടും എന്ന് വെച്ചാൽ എന്താല്ലേ, സൂപ്പർ അല്ലേ. അപ്പൊ നോക്കി എന്താണ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത്, എന്താണ് ഗുട്ട്ലി ഹിന്ദി സാഹിത്യക്ക്. ഗുട്ട്ലി എന്ന് പറയുന്നത് ഹിന്ദി സാഹിത്യത്തിലെ അതുല്യ പ്രതിഭ. നമ്മളിപ്പോൾ എന്താണ് കവി ആവട്ടെ, കഥാകാരനാവട്ടെ, ആരാണെങ്കിലും അയാൾ അതുല്യ പ്രതിഭയാണ്, പ്രമുഖനാണ്, മഹാനാണെന്നൊക്കെ പറഞ്ഞിട്ട് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ എന്താണ് അതുല്യ പ്രതിഭ, പ്രശസ്തൊക്കെ വിട്ടുകളാം. നമുക്ക് കുറച്ച് വെറൈറ്റി എഴുതുന്നതാണ് അതുല്യ പ്രതിഭ. അതുല്യ പ്രതിഭയായിട്ടുള്ള കനക് ശശി ആരായിരുന്നു? കനക് ശശിയുടെ ഗുട്ട്ലി തോ പരായി ഹേ നാമക് പേരുള്ള കഹാനിക്ക് സ്റ്റോറിയിലെ മുഖ്യ പാത്ര ഹേ. ഓക്കെ, എന്തൊക്കെ നമ്മൾ പറഞ്ഞു നോക്കണേ, എന്തൊക്കെ നമ്മൾ പറഞ്ഞു നോക്കിക്കേ. കനക് ശശിയാണ് എഴുതിയതെന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു? ഗുട്ട്ലി തോ പരായി ഹേ എന്ന് പറയുന്നതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞു, ഈ ഒരു പാഠത്തിന്റെ പേര് എന്നുള്ളതും നമ്മൾ പറഞ്ഞു.
പിന്നെന്താണ് നോക്കിക്കേ, ഇതൊരു കഹാനിയാണ്. എന്താണ്? കഹാനിയാണ് എന്നുള്ള കാര്യം നമ്മൾ പറയുകയാണ് അല്ലേ, കഹാനിയാണ്. പിന്നെന്താണ്? മുഖ്യ പാത്രമാണ്. പാത്രം എന്നല്ല, പാത്രമാണ്. ചില ആൾക്കാർ ഇത് എന്ത് എഴുതി വെക്കും? കഥാപാത്രം എന്ന് എഴുതി വെക്കും. ഒരിക്കലും എഴുതാൻ പാടില്ല. കഥാപാത്രം എന്നൊരു വാക്ക് നമ്മുടെ ഹിന്ദിയിൽ ഇല്ല. പാത്രം എന്ന് എഴുതാറ് കേട്ടോ. ഈ പാത്രം എന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ആലോചിച്ച് വെക്കുക. മുഖ്യ പാത്രമാണ് ആര്? നമ്മുടെ ഗുട്ട്ലി എന്ന് പറയുന്നത്. ആളുടെ പേര് എഴുതുക, ആരാണ് എഴുതിയതെന്ന് എഴുതുക, ഏത് പാഠത്തിലാണ്, ഇത് കഹാനിയാണോ കഥയാണോ നാടകമാണോ അതും എഴുതുക, ആളുടെ പേരും എഴുതുക. ഈ 4 പോയിന്റ് എഴുതി കഴിഞ്ഞാൽ 1/2 മാർക്ക് 1 മാർക്കോളം നമുക്ക് കിട്ടാനുള്ള സാധനം ഇതിലുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്നത് നോക്കിക്കേ, നമ്മുടെ ഗുട്ട്ലിയുടെ വയസ്സ് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ബുവ പറയുന്നുണ്ട് 14 വയസ്സായ പെണ്ണിന് എന്നിട്ട് എന്താണ് ഒരു ബുദ്ധിയും വിവരം വന്നിട്ടില്ല എന്ന് പറയുന്ന ഒരു ഭാഗമില്ലേ. അപ്പം അത് വെച്ചിട്ട് നമ്മൾ എഴുതാണ് എന്ത്? 14 साल की एक लड़की है. അവൾ 14 എത്രയാണ്? 14 വയസ്സുള്ള एक लड़की है, ഒരു പെൺകുട്ടിയാണ്. ഓക്കെ സെറ്റ്, അത് നമ്മൾ എഴുതി പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത പോയിന്റ് നോക്കിക്കേ, വ ബഹുത് ഹോഷിയാർ ലड़की है. അവൾ വളരെ സ്മാർട്ടാണ് എല്ലാ കാര്യത്തിലും. ആ കഥ മുഴുവൻ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായിട്ടാണ് ഒരു അടിപൊളി കിടിലം സാധനമാണ് എന്തെന്ന് പറയുന്നത്, കിടിലം കഥാപാത്രമാണെന്ന് ആരെന്ന് പറയുന്നത് നമ്മുടെ ഗുട്ട്ലി എന്ന് പറയുന്നത് അല്ലേ. അപ്പം എന്താണ്? ബഹുത് ഹോഷിയാർ എന്ന് വെച്ചാൽ സ്മാർട്ടാട്ടോ. സ്മാർട്ടായിട്ടുള്ള ഒരു ലड़किയാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ഗുട്ട്ലി എന്ന് പറയുന്നത്. 3ാമത്തെ പോയിന്റ് ആയി. ഓക്കെ, ഇനി നോക്കിക്കേ, വഹ് ലड़का लड़की के बीच की. അവൾ ലड़ക്കയും ലड़किയും തമ്മിലുള്ള അസമാനത. നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ എന്താണ്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ ഓരോ റോൾ എന്താണ്, ഒരുപാട് മാറിയിട്ടുണ്ട് നമ്മുടെ സൊസൈറ്റി, പക്ഷെ ഇനിയും മാറാനുണ്ട് അല്ലേ. അപ്പൊ എന്താണ്? ലड़ക്കയും ലड़किയും കെ ബീച്ച് തമ്മിലുള്ള, കെ ബീച്ച് തമ്മിലുള്ള അസമാനത. അസമാനത വെച്ചെന്താണ്? ഈക്വാലിറ്റി ഇല്ലായ്മ, ഇനീക്വാലിറ്റി, സമത്വമില്ലായ്മ എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. മിസ് ഇവിടെ ഇനീക്വാലിറ്റി എന്ന് എഴുതുന്നുണ്ട് കേട്ടോ. ഇനീക്വാലിറ്റിയാണ് നമ്മൾ അസമാനത എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്ക്. ഗുട്ട്ലി തോ പരായി ഹേ എന്ന് പറയുന്ന പാഠം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പാഠത്തിൽ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ് അസമാനത, ഇനീക്വാലിറ്റി, സമത്വമില്ലായ്മ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മുടെ മൊത്തം കഥയും സംസാരിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കാം, അസമാനതയ്ക്ക് വിരുദ്ധ എന്ന് വെച്ചാൽ എതിരെ കേട്ടോ. എന്താണ്? എതിരെ. ആവാസ് ഉഡാനെ വാലി, ശബ്ദം ഉയർത്തുന്ന. പഠിച്ചു വെച്ചോളൂ, ഈ പോയിന്റ് നമുക്ക് എവിടെ ഇട്ട് പരീക്ഷിക്കാൻ പറ്റുന്ന സാധനം കേട്ടോ. അപ്പൊ നോക്കി, എന്താണ്? ആവാസ് എന്ന് വെച്ചാൽ എന്താണ്? ശബ്ദമാണ് കേട്ടോ. എന്താണ്? ശബ്ദം. ഉഡാനെ വാലി, ഉയർത്തുന്ന ഒരു ലड़किയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഗുട്ട്ലി എന്ന് പറയുന്നത്. ഓക്കെ, അസമാനത കെ വിരുദ്ധ, എതിരെ. എന്ത്? ശബ്ദം. ആവാസ് ഉഡാനെ വാലെ, ആവാസ് ഉയർത്തുന്ന, ശബ്ദം ഉയർത്തുന്ന. ശബ്ദം എഴുതി വെക്കരുത്, ശബ്ദം എന്ന് വെച്ചാൽ വേർഡാണ്. നമ്മൾ പഠിക്കുമ്പോൾ ആവാസ് എന്ന് തന്നെ പഠിക്കാം കേട്ടോ. ആവാസ് ഉഡാനെ വാലെ ലड़की है. ഓക്കെ, അതും കഴിഞ്ഞു. ഇനി അവസാനം ഈ പോയിന്റ് നോക്കിക്കേ, ഉസ്കി ബുआ उसको പരായ അമാനത്ത് മാനത്തെ ഹേ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അവളെ നമ്മുടെ ബുവ ഉണ്ടല്ലോ, അമ്മായി ഉണ്ടല്ലോ, പരായ അമാനത്ത് വെച്ചെന്താണ്? അന്യന്റെ സ്വത്ത് അല്ലേ. എന്താണ്? അന്യന്റെ സ്വത്ത്. അങ്ങനെയൊന്നും ഒരിക്കലും നമ്മൾ ഒരു പെൺകുട്ടിയോട് പറയാൻ പാടുണ്ടോ? പക്ഷെ നമ്മുടെ ബുവ അത് പറഞ്ഞല്ലേ, പെണ്ണെ നീ എന്താണ്? പരായ അമാനത്താണ്, ഇവിടുത്തെ ആളൊന്നുമല്ല, എന്താണ്? വേറെ ഏതോ ആളുടെ സ്വത്താണെന്നൊക്കെ പറയുകയാണല്ലേ. എന്ന സാധനമാണല്ലോ അല്ലേ പെൺകുട്ടികൾ, അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ഇല്ല അല്ലേ. അപ്പം എന്താണ്? പരായ അമാനത്ത് വെച്ചെന്താണ്? അന്യന്റെ സ്വത്താണ് ആരെന്ന് പറയുന്നത്? മാൻതേ വെച്ചെന്താണ്? വിചാരിക്കുന്നത്. അതായത് ബുവ എന്തായിട്ടാണ് അവരെ കണക്കാക്കിയിട്ടുള്ളത്? പരായ അമാനത്തായിട്ടാണ്, അന്യന്റെ സ്വത്തായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, വിചാരിക്കുന്നത്, വിശ്വസിക്കുന്നത് എന്നുള്ള അർത്ഥം കേട്ടോ. അപ്പൊ നോക്കി, എന്താണ്? യേ ഗുട്ട്ലി കോ അച്ഛാ നഹീ ലഗ്താ ഹേ. ഇത് നമ്മുടെ ഗുട്ട്ലിക്ക് ഒട്ടും ഇഷ്ടമല്ല. അച്ഛാ നെഹി ലഗ്താ ഹേ എന്ന് വെച്ചതാണ്, അത് അവൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അതിന് ആ ഒരു പറച്ചിലിനോട് അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇത് അവൾക്ക് നല്ലതായിട്ട് തോന്നില്ല. അച്ഛാ നെഹി ലഗ്താ ഹേ വെച്ചതാണ്, നല്ലതായിട്ട് തോന്നുന്നില്ല. അതായത് ബുവേന്റെ ഈ വർത്താനം അവൾക്ക് ഇഷ്ടമല്ല, ആ ഉപദേശവും ഇഷ്ടമല്ല അല്ലേ. ഓക്കെ, അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചേ, അത് എഴുതണേ. ബുവയുടെ ആ ഒരു പരിപാടി എന്താ, ബുവ എങ്ങനെയാണ് അവളെ കാണുന്നത് എന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ആ പാഠത്തിൽ നിന്ന് എന്തൊക്കെ കിട്ടുമോ അതൊക്കെ നമ്മുടെ ഗുട്ട്ലിയുടെ ക്യാരക്ടറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുത്തി എഴുതണം. ഓക്കെ, നോക്കിക്കേ, ദീദിക്ക് ഷാദിമേ, ചേച്ചിയുടെ ഷാദി, കല്യാണത്തിന്, കാടുമേ, കാടിൽ, ഉസ്കാ നാം നെഹി ആയാത്ത, അവളുടെ നാം നെഹി ആയാത്ത, വന്നിട്ടുണ്ടായിരുന്നില്ല അല്ലേ. ഉസ് ദിൻ ഗുട്ട്ലി ബഹുത് ദുഃഖി തി, ആ ഒരു ദിവസം അവൾക്ക് എന്ത് തോന്നിയിട്ടുണ്ട്? വളരെ സങ്കടമായിരുന്നു അല്ലേ. കാടിൽ അവളുടെ പേര് വരാത്ത, മിസ് പറഞ്ഞിട്ടില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, കുഞ്ഞുമോൻ്റെ പേര് വരെ വന്നിട്ട് അവളുടെ പേര് വന്നില്ല, അവൾ പെൺകുട്ടി ആയതുകൊണ്ട് അല്ലേ. എന്താണ്?
ഉസ്കാ നാം നിഹി ആയാത്ത, അവളുടെ പേര് വന്നിട്ടുണ്ടായിരുന്നില്ല. ഉസ് ദിൻ, ആ ഒരു ദിവസം നമ്മുടെ ഗുട്ട്ലി ബഹുത്, ഒരുപാട് ദുഃഖി തീ, വളരെ സങ്കടമായിരുന്നു, അവൾ വളരെ സങ്കടമായിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത നോക്കിക്കേ, യസബുസ്കു സഹി നഹി ലഗ്താത്ത, ഇതൊന്നും അവൾക്ക് എന്താണ് ഈ എന്താണ് ചേട്ടനോട് കാണിക്കുന്നതും ചേച്ചിനോട് കാണിക്കുന്നതും എന്നോട് കാണിക്കുന്നതും ഒക്കെ വേറെ വേറെ കാര്യങ്ങളാണ്. ഇതൊന്നും അവൾക്ക് എന്താണ് ഉസ്കോ സഹി നഹി ലഗ്താത്ത, സഹി നഹി ലഗ്താത്ത വെച്ചെന്താണ് ശരിയായി തോന്നിയില്ല. ഇതൊന്നും എന്താണ് ശരിയായിട്ട് അവൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അവള് മിണ്ടാണ്ടിരിക്കുന്ന ടൈപ്പാണോ? അല്ല, നല്ല എന്താണ് നല്ല പ്രതികരിക്കുന്ന ടൈപ്പ് ഒരു മോള് തന്നെയാണ്. അവൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വീട്ടുകാർക്ക് ഇട്ട് പണി കൊടുക്കുന്നുണ്ട്. നോക്കിക്കേ, ശ്രദ്ധിച്ചേ, ഗുട്ട്ലി ചുപ്പ് രഹ്നെ വാലി നഹി തി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അവൾ മിണ്ടാതിരിക്കുന്ന ടൈപ്പ് ഒന്നല്ല. എന്താണ് ചേച്ചീനെ പോലെ മിണ്ടാതിരിക്കുന്ന ടൈപ്പ് അല്ല. എന്താണ് ചുപ്പ്, മിണ്ടാതെ, രഹ്നെ വാലി നഹി തി, മിണ്ടാതിരിക്കുന്ന ടൈപ്പ് അല്ലായിരുന്നു അവള്. इसलिए परिवार के विरुद्ध आवाज उड़ाती है. പരിവാർ എന്ന് വെച്ചാൽ ഫാമിലിയാണ് അല്ലെ. പരിവാർ കെ വിരുദ്ധ, പരിവാറിന് എതിരെ, ഫാമിലിക്ക് എതിരെ, ആവാസ് ഉഡാത്തി ഹെ, ശബ്ദം ഉയർത്താണ്. അവൾ എന്താ പറഞ്ഞിട്ടുള്ളത്? അവൾ എന്ത് ചെയ്തു നോക്കിക്കേ, ഓർ വഹ് ഗർ കാ കാം ചോടുക്കർ, വീട്ടിലെ എല്ലാ വർക്കും, എല്ലാ കാം എന്ന് വെച്ചാൽ പണിയും, ചോടുക്കർ ഉപേക്ഷിച്ചിട്ട് സ്കൂൾ ചലി ജാത്തി ഹേ, സ്കൂളിലോട്ട് പോവാണ്. അപ്പം അതിലൊരു ഭാഗം പറയുന്നുണ്ട് എന്താണ്, മോളെ എന്താണ് ഒന്ന് എന്താണ് വലിയച്ഛന് ചായ കൊടുത്തിട്ട് വാന്ന് പറയുമ്പോൾ എന്താണ് അവളെ കൊടുക്കൂല എന്ന് പറയുന്നുണ്ട്. അതേപോലെ നാനൂന് എന്താണ് ഭക്ഷണം കൊടുത്തില്ലേ ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കുന്നില്ല, ഞാൻ ഇവിടുത്തെ ആളല്ലല്ലോ, നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോ എന്നുള്ള പോലെ വളരെ കൂളായിട്ട് പറഞ്ഞിട്ട് പോകുന്ന ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ. എന്താണ് അവള് വേറെ ഏതോ വീട്ടിലേക്ക് പോകാനുള്ള സാധനമാണ്, വേറെ ഏതോ ഒരുത്തിൻ്റെ സ്വത്താന്നാണ് പറയുന്നത്, അവളുടെ വീടും അല്ല എന്നാണ് പറയുന്നത്. അപ്പം ഇവിടുത്തെ ജോലികളും ഇവിടുത്തെ ആൾക്കാരെ നോക്കേണ്ട ഡ്യൂട്ടി അവൾക്കുണ്ടോ? ഇല്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ സ്കൂളിലേക്ക് പോകാനുണ്ടായത് അല്ലേ. അപ്പൊ അതാണ് നോക്കിക്കേ, ഗർ കാ കാം ചോടുക്കർ, വീട്ടിലെ എല്ലാ പണിയും അവൾ ചോടുക്കർ ഉപേക്ഷിച്ചിട്ട് ചലി ജാത്തി ഹേ, പോവാണ് ഉണ്ടായത് അല്ലേ. ഓക്കെ, ഇതൊക്കെ നമ്മൾ എഴുതണം അവളുടെ ക്യാരക്ടർ സ്കെച്ച് പറയുമ്പോൾ. അതിനുശേഷം അവസാനം നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. അവസാനം ഒരു നല്ല അടിപൊളി വാക്ക് നമ്മൾ എഴുതണം അല്ലേ. നോക്കിക്കേ, എന്താ എഴുതുന്നത്? ഗുട്ട്ലി എന്ന് പറയുന്നത് സാമാജിക് അസമാനതാവും, സാമാജിക് സാമൂഹിക കേട്ടോ, എന്താണ് സാമൂഹിക അസമാനത, ഇനിക്വാലിറ്റിക്ക് അല്ലെങ്കിൽ എന്താണ് അസമത്വത്തിനെതിരെ, കെ പ്രതി, നോക്കിക്കേ, സാമൂഹിക ഇനിക്വാലിറ്റി കെ പ്രതി, കെ പ്രതി വെച്ചെന്താണ് ഓട് എന്നുള്ള അർത്ഥം കേട്ടോ, അതിനോട് എന്നുള്ള അർത്ഥമാണ്. കെ പ്രതി വെച്ചെന്താണ് അതിനോട് എന്നുള്ള അർത്ഥമാണ് കേട്ടോ, മക്കൾ നോക്കണേ. അപ്പൊ എന്താണ് അസമത്വത്തിനോട് വിമുഖത, വിമുഖത വെച്ചെന്താണ് താല്പര്യമില്ലായ്മ, വലിയ താല്പര്യമൊന്നും കാണിക്കാതിരിക്കുന്നതിനാണ് നമ്മൾ വിമുഖത എന്ന് പറയുന്നത്. മലയാളം വേർഡാണ്, പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മക്കൾക്ക്, പക്ഷെ പഠിച്ചു വെച്ചോളാം. എന്താണ് വിമുഖത, അതായത് വലിയ താല്പര്യം പ്രകടിപ്പിക്കാത്ത, വിമുഖത പ്രകട് കർണേ വാലി ലടുക്കി ഹേ, ചെയ്യുന്ന ഒരു ലടുക്കിയാണ്. അതായത് ഒന്നുകൂടി ക്ലിയർ ആക്കി തരാൻ നോക്കിക്കേ, ഗുട്ട്ലി എന്ന് പറയുന്നത് സാമൂഹിക അസമത്വത്തിനോട് വിമുഖത പ്രകടിപ്പിക്കുന്ന ഒരു കുട്ടിയാണ്. സാമൂഹിക അസമത്വം എന്ന് പറയുന്നത് അവൾക്ക് ഇഷ്ടമല്ല, അതിനെതിരെ അവൾ എന്ത് ചെയ്യും, ആ ശബ്ദം ഉയർത്തുന്ന ഒരു മോളാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തോളാം, നമ്മുടെ ഈ ഒരു സംഭവം കൺക്ലൂഡ് ചെയ്തോളാം. ഇത്രയും പോയിന്റ് നിങ്ങൾ അടിപൊളിയായി പഠിച്ച് എഴുതുകയാണെങ്കിൽ മക്കളെ, 4 മാർക്കിനാണ് ഇത് സാധാരണ ചോദിക്കാറ്, 4 മാർക്കും തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പം ഇനി ഗുട്ട്ലിയുടെ ക്യാരക്ടർ സ്കെച്ച്, അത് അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ക്യാരക്ടർ സ്കെച്ച് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതൂലേ, എഴുതണം. ഇതേപോലെ പഠിച്ചിട്ട് പോയാൽ മതി. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പോയിന്റ് ആയിട്ടല്ല എഴുതേണ്ടത്, ഇതൊരു ടിപ്പണിയായിട്ട് കുറിപ്പായിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു കോണ്ടന്റുകളായിട്ട് മിസ് ഇനി വരുന്നതായിരിക്കും. ബൈ ബൈ.